നാൽക്കവലയുടെ ഷൂട്ടിങ്ങിനും കുറച്ചു കാലം മുമ്പ് തന്നെ അഭിനയത്തിൽ നിന്ന് ഞാൻ പുറത്താവാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയം കാരണം സംശയം മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ആ സമയത്ത് തൃശ്ശൂരിലുള്ള വർഗീസ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന്, വർഗീസിന് എനിക്കറിയാം, ഇദ്ദേഹം സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി അഡ്വാൻസ് വാങ്ങിച്ചു. കാരണം അഭിനയത്തിന് വെളിയിലായാലും സംവിധാനത്തിൽ പിടിച്ചു നിൽക്കാം, അതായിരുന്നു പുള്ളിയുടെ പ്ലാൻ എന്ന് തോന്നുന്നു. അങ്ങനെ തിരക്കഥ എഴുതുന്നത്, ആ സിനിമയുടെ തിരക്കഥ എഴുതുന്നത് വി.കെ. ശ്രീരാമനാണ്, നമ്മുടെ ശ്രീരാമൻ നടൻ. അങ്ങനെ ശ്രീരാമൻ ഇതിൻ്റെ ചർച്ചകൾക്കായി മദിരാശിയിൽ മമ്മൂട്ടിയെ കാണാൻ പോകുന്നു. മദിരാശിയിൽ നിന്ന് മമ്മൂട്ടി ശ്രീരാമനെ കാണാൻ തൃശ്ശൂരേക്ക് വരുന്നു. തൃശ്ശൂരിൽ നിന്ന് ശ്രീരാമനും മമ്മൂട്ടിയും ചേർന്ന് നിലമ്പൂരേക്ക് പോകുന്നു. മാസങ്ങളോളം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. എന്നുവെച്ചാൽ നിലമ്പൂരിലുള്ള ആദിവാസികളെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് മമ്മൂട്ടി ചെയ്യാൻ പോകുന്ന സിനിമയുടെ ഇതിവൃത്തം എന്നൊന്ന് ഞാൻ കേട്ടിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, മാസങ്ങളോളമുള്ള ഈ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് നാൽക്കവലയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ഒരു ദിവസം മമ്മൂട്ടി എന്നോട് പെട്ടെന്ന് ചോദിച്ചു, നിനക്കൊരു തിരക്കഥ എഴുതാൻ പറ്റും ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ? ഞാൻ പറഞ്ഞു, അതിൻ്റെ തിരക്കഥ നിങ്ങൾ കുറേ അതവിടെ നിൽക്കട്ടെ, അതവിടെ ഉണ്ട്, നിനക്ക് എഴുതി തരാൻ പറ്റുമോ? ഞാൻ പെട്ടെന്ന് ഒരു ഉത്തരം പറയാം. ഞാനപ്പോൾ ചില സിനിമകൾക്ക് വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ പറഞ്ഞു, അത് പറഞ്ഞിട്ട് പെട്ടെന്ന് ഉത്തരം പറയണമെന്ന് പറയാൻ നിന്നപ്പോൾ എന്താ കാര്യം വെച്ചാൽ, ഇപ്പോൾ MT വാസുദേവൻ നായരോട് പറഞ്ഞാൽ അദ്ദേഹം എഴുതരും. പക്ഷേ ആ സിനിമ സക്സസ് ആയാൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ MTക്ക് പോകും, എനിക്ക് കിട്ടില്ല. നീ എഴുതുമ്പോൾ അതിൻ്റെ പ്രശ്നമില്ല. അത് ശരി. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയിട്ട് ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾക്ക് എടുക്കുക, എനിക്കൊന്നും കിട്ടില്ല എന്ന് പറയുന്ന പരിപാടിക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അതൊരു സൗകര്യമായിട്ട് എടുത്തു. പിന്നെ അതിനെപ്പറ്റി പുള്ളിയൊന്നും പറഞ്ഞില്ല. പിന്നെയും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. മമ്മൂട്ടി അഭിനയ ജീവിതത്തിൽ ഭയങ്കര തിരക്കുള്ള, അതായത് ന്യൂഡൽഹി എന്നൊക്കെ പറയുന്ന സിനിമ പിന്നെയും കുറേ സിനിമകൾ വന്നിട്ട് അഭിനയത്തിൽ പുള്ളി വീണ്ടും പൂർവാധികം ശക്തമായി തിരിച്ചു വന്നു. എങ്കിലും ഒരു സംവിധായകനാവാൻ വേണ്ടി പുറപ്പെട്ട ആ മനസ്സ് മമ്മൂട്ടിയിലുണ്ടായിരുന്നു കുറേ കാലം എന്നെനിക്ക് തോന്നുന്നു. വർഷങ്ങൾക്ക് ശേഷം മദിരാശിയിലെ റോഡിൽ കൂടി അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ കാറിൻ്റെ മുൻസീറ്റിലിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നതിനെ പറ്റി എന്താണ് നിൻ്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെപ്പറ്റി ഞാനൊരു അഭിപ്രായം പറയേണ്ടതുണ്ടോ? സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ പറയും? അല്ല, എൻ്റെ മനസ്സിൽ ആദ്യം മുതൽ അവസാനം വരെ സിനിമ എങ്ങനെയാണ്, ഫുൾ ഷോട്ട് ഫ്രം വെരി ബിഗിനിങ് ടു എൻഡ് എൻ്റെ മനസ്സിലുണ്ട്. എങ്ങനെ എടുക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം, സിനിമ ആരംഭിക്കുന്നത് എങ്ങനെ, സിനിമ മുമ്പോട്ട് പോകുന്നത് എങ്ങനെ, സിനിമ എൻഡ് ചെയ്യുന്നത് എങ്ങനെ, ഫുൾ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ കഥയൊക്കെ റെഡിയായോ? കഥയൊന്നും ശരിയായിട്ടില്ല. ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഒരു കഥ ഫുൾ സിനിമ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് പുള്ളി അതിനെപ്പറ്റി ആലോചിച്ചത്. പുള്ളിയുടെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളാണ്. അങ്ങനെ സംവിധാനത്തിൻ്റെ ആഗ്രഹങ്ങൾ ധാരാളം ഉള്ള ഒരാളാണ് മമ്മൂട്ടി. ഇങ്ങനെയുള്ള